തീർച്ചയായും കണ്ടിരിക്കേണ്ട 5 ബയോപിക് സിനിമകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പെർഫെക്റ്റ് കാസ്റ്റിംഗ് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും മേക്കിംഗ് കൊണ്ടും എല്ലാം 10 ഔട്ട് ഓഫ് 10 റേറ്റിംഗ് കൊടുക്കാവുന്ന സിനിമകളാണ് ഇവയെല്ലാം. ജോബ്സ്. ആപ്പിൾ ഫൗണ്ടർ സ്റ്റീവ് ജോബ്സിന്റെ ബയോഗ്രഫി ബേസ് ചെയ്തുകൊണ്ട് 2013 ജോഷ്യ മൈക്കിൾ സ്റ്റേന്റെ ഡയറക്ഷനിൽ വന്ന സിനിമയാണ് ജോബ്സ്. 1976 ലോകത്ത് നിലവിലുണ്ടായിരുന്ന സകല കമ്പ്യൂട്ടർ മാനുഫാക്ചറിംഗ് കമ്പനികൾക്കും ഒരു വെല്ലുവിളി ഉയർത്തി സ്റ്റീവ് ജോബ്സും അദ്ദേഹത്തിന്റെ ഫ്രണ്ട് സ്റ്റീവ് വോസ്നിയാക്കും അവതരിപ്പിച്ച നമ്മൾ ഇന്ന് കാണുന്ന മാക്ബുക്കിന്റെ ഒക്കെ തുടക്കം എന്ന് പറയാവുന്ന അന്നത്തെ മാർക്കറ്റിൽ ഒരു റവല്യൂഷണറി ചേഞ്ചിന് കാരണമായ ആപ്പിൾ വൺ പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെയും ആപ്പിൾ ഗാഡ്ജറ്റ്സിന്റെ ഒക്കെ തുടക്കം എങ്ങനെയായിരിക്കും എന്നാണ് സിനിമ പറയുന്നത്. എന്നാൽ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്തുകൊണ്ട് പ്രോപ്പർ ഫണ്ടിംഗ് കൂടെ ഇല്ലാതെ വീടിന്റെ ഗ്യാരേജിൽ നിന്ന് തുടങ്ങി $1 മില്യൺ കമ്പനിയായി മാറിയ ശേഷം സ്വന്തം കമ്പനിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്നതും അതിനെ സ്റ്റീവ് ജോബ്സ് എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നെല്ലാമാണ് വളരെ കൺവിൻസിംഗ് ആയ സ്ട്രക്ചേർഡ് ആയ രീതിയിൽ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ആസൻ കച്ചറാണ് സ്റ്റീവ് ജോബ്സ് ആയി സിനിമയിൽ വന്നിട്ടുള്ളത്. അസാധ്യ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. ശരിക്കും സ്റ്റീവ് ജോബ്സ് നേരെ വന്നു എന്ന് പറയുന്ന പോലെ തോന്നിപ്പിക്കുന്ന പെർഫോമൻസും അപ്പിയറൻസും എല്ലാം കൊണ്ടും പെർഫെക്റ്റ്. വാൾട്ടർ ഐസക്സൺ 2011 പുറത്തിറക്കിയ സ്റ്റീവ് ജോബ്സ് ദി എക്സ്ക്ലൂസീവ് ബയോഗ്രഫി ബേസ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. ഏവിയേറ്റർ. 2004 ലെജൻഡറി ഫിലിം മേക്കർ മാർട്ടിൻ സ്കോർസെസി ഡയറക്ഷനിൽ ഡിക്കാപ്രിയോ ലീഡിൽ വന്ന പ്രശസ്ത അമേരിക്കൻ എയറോസ്പേസ് എഞ്ചിനീയറും ബിസിനസ് മാഗ്നറ്റും ആയിരുന്ന ഹോവാർഡ് ഹ്യൂസിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്രൈം ഡ്രാമ ജോണറിൽ വരുന്ന ബയോപിക്കാണ് ഏവിയേറ്റർ. ഒരുപക്ഷെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു പേര് കേൾക്കുന്നത്. ബട്ട് ഹോവാർഡ് ഹ്യൂസ് ജീവിച്ചിരുന്ന സമയത്ത് ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും സമ്പന്നനും നല്ല ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. എയറോസ്പേസ് എഞ്ചിനീയറും ബിസിനസ് മാഗ്നറ്റും ഫിലിം പ്രൊഡ്യൂസറും ഇൻവെസ്റ്ററും പൈലറ്റും എല്ലായിരുന്നു ഹോവാർഡ് ഹ്യൂസ്. ഹോളിവുഡ് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത് ഫിനാൻഷ്യലി സക്സസ് ആയി നിൽക്കുന്ന സമയം ഹോവാർഡ് ഹ്യൂസ് അയാളുടെ ഏവിയേഷൻ ഇൻഡസ്ട്രി കുറച്ചുകൂടി ബെറ്ററായി വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഫിനാൻഷ്യലി നല്ല രീതിക്ക് സക്സസ് ആയി നിൽക്കുന്ന ഹോവാർഡ് മെന്റലി ഭയങ്കര മോശം കണ്ടീഷനിലായിരുന്നു. ഒരു പ്ലെയിൻ ക്രാഷിലുണ്ടായ ട്രോമ അയാളെ ലൈഫ് ലോങ് ഹോണ്ട് ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു മെന്റൽ ഇൽനെസ് വെച്ചുകൊണ്ട് ഹോവാർഡ് ഹ്യൂസ് അയാളുടെ ഡ്രീമായ ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് അച്ചീവ് ചെയ്തെടുക്കുകയില്ല എന്നൊക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. പക്ക പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയിൽ ഡിക്കാപ്രിയോ ഹോവാർഡ് ഹ്യൂസ് ആയി ബിഹേവ് ചെയ്യുക തന്നെയായിരുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആ ക്യാരക്ടർ കടന്നു പോകുന്ന വിവിധ ഫേസുകളിലൊക്കെ ഡിക്കാപ്രിയോയുടെ പെർഫോമൻസിൽ വന്ന ആ ഔട്ട്പുട്ട് എല്ലാം കിടിലനാണ്. 2005 ഓസ്കാർ അവാർഡ്സിൽ ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി, ബെസ്റ്റ് ഫിലിം എഡിറ്റിംഗ് കാറ്റഗറീസിൽ ഓസ്കാർ അവാർഡ്സും ജോൺ ലോഗന് ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേക്കും മാർട്ടിൻ സ്കോർസെസിക്ക് ബെസ്റ്റ് ഡയറക്ടറിനും ഡിക്കാപ്രിയോക്ക് ബെസ്റ്റ് ആക്ടറിനുള്ള ഓസ്കാർ നോമിനേഷനും അടക്കം ആകെ 11 ഓസ്കാർ നോമിനേഷനും 5 ഓസ്കാർ അവാർഡുകളും ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഹോവാർഡ് ഹ്യൂസിനുണ്ടായിരുന്ന ഒരു അംബീഷൻ, ആ ഒരു ഡ്രൈവ് എത്രത്തോളം ഉണ്ടായിരുന്നെന്ന് സിനിമയുടെ നരേഷനിലും ഡിക്കാപ്രിയോയുടെ പെർഫോമൻസിലെല്ലാം പ്രകടമാണ്. മൈക്കൽ ജാക്സൺ. ലോകത്ത് ഇന്ന് വരെ ജീവിച്ചിരുന്ന മനുഷ്യരിൽ വെച്ച് ഏറ്റവും പോപ്പുലറായ വേറൊരാൾക്കും അവകാശപ്പെടാൻ കഴിയാത്ത അത്ര ഫാൻ ഫോളോയിങ് ഉള്ള ഏക വ്യക്തി. മൈക്കൽ ജാക്സന് അദ്ദേഹത്തിന്റെ പ്രൈം ടൈമായ 80s കുറച്ചെങ്കിലും ഒരു കോമ്പറ്റീഷൻ കൊടുത്തു എന്ന് പറയാൻ പറ്റുന്ന ക്യൂൻ എന്നൊരു മ്യൂസിക് ബാൻഡിന്റെ കഥ പറയുന്ന സിനിമയാണ് 2018 റാമി മാലേക്ക് ലീഡിൽ ഡെക്സ്റ്റർ ഫ്ലെച്ചറിന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ ബോഹീമിയൻ റാപ്സഡി. ഫ്രെഡി മേക്കുറി. മുൻപ് മെൻഷൻ ചെയ്ത പോലെ അസാധ്യ വോക്കൽ എബിലിറ്റീസ് കൊണ്ട് മൈക്കിൾ ജാക്സന്റെ ഒരു കോമ്പറ്റീഷൻ കൊടുത്ത ഒരു സിംഗർ. തന്റെ കഴിവിൽ അയാൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും അയാളുടെ ജീവിത സാഹചര്യങ്ങളും പെർഫോം ചെയ്യാനുള്ള ഒരു ബാൻഡോ പ്ലാറ്റ്ഫോമോ ഇല്ലാത്ത കാരണം എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കായിരുന്നു ഫ്രെഡി. ഇങ്ങനെ ഒരു ദിവസം ഫ്രെഡിയുടെ ഒരു ഫ്രണ്ട് ക്യൂൻ ബാൻഡിന്റെ ഫൗണ്ടേഴ്സ് ആയിരുന്ന റോജർ ടൈലറിനെയും ബ്രയാൻ മേയെയും ഫ്രെഡിക്ക് പരിചയപ്പെടുത്തുന്നതും ഫ്രെഡി ക്യൂൻ ബാൻഡിന്റെ ലീഡ് വോക്കലിസ്റ്റായി ബാൻഡിൽ ജോയിൻ ചെയ്യുന്നതും തുടർന്ന് റോക്ക് ബാൻഡിന്റെ മൊത്തം തലവര മാറ്റുന്ന രീതിക്കുള്ള സ്കൈ റോക്കറ്റിംഗ് സക്സസും ക്യൂൻ ബാൻഡിന്റെ ഫാനാണെന്ന ചോദ്യത്തിന് അല്ല ഞാൻ ഫ്രെഡി മേക്കുറിയുടെ ഫാനാണെന്ന് സാക്ഷാൽ മൈക്കിൾ ജാക്സനെ കൊണ്ടുപോലും പറയിപ്പിച്ച ഫ്രെഡി അച്ചീവ് ചെയ്തെടുത്ത സൂപ്പർ സ്റ്റാർഡോ ഒക്കെ പറഞ്ഞു പോകുന്ന ക്യൂൻ ബാൻഡിന്റെ തന്നെ പ്രൊഡക്ഷനിൽ വന്ന ഒരുപാട് കിടിലൻ സോങ്ങുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ പറയുന്ന ഒരു സിനിമയാണ് ബോഹീമിയൻ റാപ്സഡി. പ്രൈം ടൈമിൽ നിൽക്കുമ്പോൾ ഫ്രെഡി മേക്കുറി എന്തായിരുന്നു അതിന്റെ പ്യുവർ ഡെപിക്ഷൻ ആണ് ഈ സിനിമ. അതിൽ ഫ്രെഡിയുടെ പേഴ്സണൽ ലൈഫ്, ഈഗോ ഇഷ്യൂസ്, സെക്ഷലി ആയും മെന്റലി ആയും അദ്ദേഹം നേരിടുന്ന പ്രയാസങ്ങൾ, അങ്ങനെ എല്ലാ ഏരിയയിലും ഫ്രെഡി മേക്കുറിയുടെ ലൈഫിന്റെ ഒരു റോ പിക്ചർ എന്ന സിനിമയാണിത്. ഫ്രെഡി മേക്കുറിയുടെ ഫിഗർ മുതൽ A to Z കാര്യങ്ങൾ 100% പെർഫെക്ഷനോട് കൂടിയാണ് ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. റിയൽ ഫ്രെയിം എടുക്കുകയാണെങ്കിലും റിയൽ ഫ്രെയിം എടുക്കുകയാണെങ്കിലും സിനിമാറ്റിക് കളർ ഗ്രേഡിംഗ് വെച്ചാൽ ബാക്കി എല്ലാ ഡീറ്റെയിലിംഗും പക്ക പെർഫെക്റ്റ് ആണ്. 2019 ഓസ്കാർ അവാർഡ്സിൽ റാമി മാലക്കിന് ബെസ്റ്റ് ആക്ടറിനുള്ള ഓസ്കാർ അവാർഡും കൂടാതെ ബെസ്റ്റ് സൗണ്ട് മിക്സിംഗ്, ബെസ്റ്റ് സൗണ്ട് എഡിറ്റിംഗ്, ബെസ്റ്റ് ഫിലിം എഡിറ്റിംഗ് കാറ്റഗറീസിലും ഈ സിനിമയ്ക്ക് ഓസ്കാർ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. റഷ്. 2013 റോൺ ഹോവാർഡിന്റെ ഡയറക്ഷനിൽ ക്രിസ് ഹെംസ്വർത്ത്, ഡാനിയൽ ബ്രൂൾ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളായി പുറത്തിറങ്ങിയ സ്പോർട്സ് ആക്ഷൻ സിനിമയാണ് റഷ്. ജെയിംസ് ഹണ്ടും നിക്കി ലാഡും രണ്ടുപേരും എക്സ്ട്രീംലി ടാലന്റ് ആയിട്ടുള്ള ഫോർമുല 1 റേസേഴ്സ് ആണ്. ഹണ്ടിനും നിക്കിനും ഇടയിൽ ആരാണ് ബെസ്റ്റ് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഇന്റൻസ് ആയിട്ടുള്ള റൈവലറി തുറന്നു വന്ന സമയത്ത് തന്നെ അവരുടെ രണ്ടുപേരെയും മാക്സിമം പൊട്ടൻഷ്യലും എനിമിറ്റിയും പുഷ് ചെയ്യാനുള്ള ഒരു അവസരം, ഒരു മത്സരം അവർക്ക് രണ്ടുപേർക്കും ഫോർമുല 1 റേസിൽ കിട്ടുന്നതും തുടർന്ന് വരുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. സിനിമാറ്റിക് ഫോമിലേക്ക് വരുമ്പോൾ ചില എക്സാജറേഷൻ കാര്യങ്ങളൊക്കെ ഒഴിച്ചാൽ ഓൾമോസ്റ്റ് ഒരു 80% അക്യൂറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് റഷ് എന്ന് നിക്കി ലാഡ് തന്നെ ഈ സിനിമയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹീറോ വില്ലൻ കോൺഫ്ലിക്റ്റിന് പകരം എക്സ്ട്രീംലി ടാലന്റഡ് ആയിട്ടുള്ള 1970s ഫോർമുല 1 റേസിൽ ഫെരാരിക്ക് മക്ലാരന് വേണ്ടിയെല്ലാം മത്സരിച്ച 3-4 ടൈംസ് കണ്ടിന്യൂസ് ആയി വിജയം കണ്ട 2 റേസിംഗ് ഹീറോസിന്റെ കഥയാണ് റഷ് പറഞ്ഞു വെക്കുന്നത്. ഇങ്ങനെ ഒരു സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫറന്റ് ആയ, നമ്മൾ മറ്റ് സ്പോർട്സ് ആക്ഷൻ സിനിമകളൊന്നും കണ്ടിട്ടില്ലാത്ത എന്നാൽ വളരെ അപ്പീലിംഗ് ആയ നരേറ്റീവ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ന്യൂഡിറ്റിയും റൊമാൻസും എല്ലാം നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആയിട്ട് എടുത്തു വെച്ച ഒരു സിനിമയാണിത്. ക്രിസ് ഹെംസ്വർത്ത് ആയാലും ഡാനിയൽ ബ്രൂൾ ആയാലും രണ്ടുപേരുടെയും കിടിലൻ കോമ്പറ്റീറ്റീവ് പെർഫോമൻസ് സിനിമയിൽ ഉടനീളം കാണാം. ടെംപ്ലേറ്റ് മേക്കിംഗ് സ്റ്റൈലിൽ വരുന്ന സീനുകളെ പോലും തന്റെ സ്കോറിംഗ് കൊണ്ട് വേറൊരു തലത്തിലെത്തിക്കുന്ന ഹാൻസിമറിന്റെ വളരെ ഇന്റൻസിറ്റി ആർന്ന സ്കോറിംഗ് കൊണ്ടും എല്ലാം വളരെ മികച്ചൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ് റഷ്. എസ്പെഷ്യലി ഹാൻസിമർ ലോസ്റ്റ് ബട്ട് വൺ എന്ന് പറഞ്ഞ സ്കോറിംഗ് ഒക്കെ നെക്സ്റ്റ് ലെവൽ ഐറ്റം തന്നെയാണ്. ഓപ്പൺഹൈമർ.
ഒരുപക്ഷെ നിങ്ങൾ ഈ സിനിമ കണ്ടതായിരിക്കാം. കഴിഞ്ഞ വർഷം റിലീസ് ആയതിൽ വെച്ച് ഏറ്റവും ഹൈപ്പിൽ വന്നതും ഓൾമോസ്റ്റ് എല്ലാവരുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തതായ ക്രിസ്റ്റഫർ നോളന്റെ ഡയറക്ഷനിൽ കിലിയൻ മർഫി ലീഡിൽ വന്ന ഒരു സിനിമയാണ് ഓപ്പൺഹൈമർ. ഇത്രയും പോപ്പുലറായ ലേറ്റസ്റ്റ് റിലീസ് ആയ ഒരു സിനിമ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കാരണം ബയോപിക് എന്ന ടോപ്പിക്കായി വരുമ്പോൾ ഈ ഒരു സിനിമ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ ഒരു ജോണറിലേക്ക് വരുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയം ജനറൽ ലെസ്ലി ഗ്രോസ് അമേരിക്കയുടെ സീക്രട്ട് മിഷനായ മൻഹാട്ടൻ പ്രോജക്റ്റിലേക്ക് ഫിസിസിസ്റ്റ് ജെ റോബർട്ട് ഓപ്പൺഹൈമറെ പ്രൊജക്റ്റഡ് ആയി നിയമിക്കുന്നു. റോബർട്ട് ഓപ്പൺഹൈമർ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫിസിസിസ്റ്റ് ആയിരുന്നില്ല. അയാൾക്ക് അയാളുടേത് മാത്രമായ ശരിയും തെറ്റുകളെല്ലാം ഫിസിക്സിൽ ഉണ്ടായിരുന്നു. ഹൗവർ ഓപ്പൺഹൈമർ മൻഹാട്ടൻ പ്രൊജക്ടിന്റെ ഹെഡായി വരുന്നതും വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ശ്രമത്തിനൊടുവിൽ 1945 ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ദുരന്തത്തിനിടയായ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ലക്ഷക്കണക്കിന് മനുഷ്യരെ മരണത്തിന് കാരണമായ ലോകത്തിലെ ആദ്യ അറ്റോമിക് ബോംബ് രൂപപ്പെടുത്തിയെടുക്കുന്നതും അതുവഴി റോബർട്ട് ഓപ്പൺഹൈമറിന് ഡീൽ ചെയ്യേണ്ടി വരുന്ന മാനസികാവസ്ഥ തുടങ്ങി കോളേജ് കാലഘട്ടം മുതലുള്ള ജെ റോബർട്ട് ഓപ്പൺഹൈമർ എന്ന വ്യക്തിയുടെ ജീവിതത്തിന്റെ പ്രധാനമായ എല്ലാ ഫേസുകളും സിറ്റുവേഷനുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരുക്കിയിട്ടുള്ള ഒരു ബ്രില്യൻ സിനിമ തന്നെയാണ് ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമർ. കിലിയൻ മർഫി അല്ലാതെ മറ്റൊരു ആക്ടറിന് ചിന്തിക്കാൻ കൂടി പറ്റാത്ത രീതിയാണ് അദ്ദേഹം ടൈറ്റിൽ ക്യാരക്ടർ ചെയ്തു വെച്ചിരിക്കുന്നത്. കൂടാതെ റോബർട്ട് ഡൗണി ജൂനിയർ, മേറ്റ് ഡേമൺ, എമിലി ബ്ലണ്ട്, ഫ്ലോറൻസ് പ്യൂ തുടങ്ങിയ മറ്റ് ഇമ്പോർട്ടന്റ് റോളുകൾ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. സിനിമയിലെ കാസ്റ്റിംഗ് ഒക്കെ പെർഫെക്റ്റ് എന്ന് തന്നെ പറയാം. എസ്പെഷ്യലി ഐൻസ്റ്റൈൻ ക്യാരക്ടർ ചെയ്ത ആക്ടർ എല്ലാം കിടിലൻ. മുൻപ് പറഞ്ഞ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഓപ്പൺഹൈമർ മേ ബി കുറച്ച് സ്ലോ പേസ് ആയിട്ട് തോന്നാം. ബട്ട് ഈ ഒരു സിനിമ സ്ലോ പേസ് നരേറ്റീവ് സ്റ്റൈൽ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. 2024 ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സിൽ ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ, ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ഒറിജിനൽ സ്കോർ തുടങ്ങി 6 ഗോൾഡൻ ഗ്ലോബ് അവാർഡുകൾ ഓപ്പൺഹൈമർ സ്വന്തമാക്കിയിട്ടുണ്ട്. 2024 ഓസ്കാർ അവാർഡ്സിൽ ഇതേ കാറ്റഗറീസിൽ ഓസ്കാർ അവാർഡുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഈ വീഡിയോയിൽ പറഞ്ഞ 5 സിനിമകളും അതത് വ്യക്തികളുടെ ബയോഗ്രഫിയും ഓട്ടോബയോഗ്രഫിയും ബേസ് ചെയ്തുകൊണ്ട് സിനിമാറ്റിക് ഫോമിലേക്ക് മാറുന്ന സമയത്ത് ചേർക്കേണ്ട ചില ഗിമിക്സുകളും കാര്യങ്ങളൊക്കെ ഒഴിച്ചാൽ റിയൽ ഇൻസിഡൻസ് ആയിട്ട് സിൻസിയർ ആയതുകൊണ്ട് തന്നെ എടുത്തു വെച്ച സിനിമകളാണ്. ബയോപിക്കുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മസ്റ്റ് വാച്ച്. സിനിമയുടെ ഫയൽസ് ആവശ്യമുള്ളവർക്കായി ടെലഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ പറഞ്ഞ സിനിമകളിൽ നിങ്ങൾ കണ്ട സിനിമ ഉണ്ടെങ്കിൽ അത് ഏതാണെന്നും നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള മറ്റ് ബയോപിക്കുകൾ ഏതെല്ലാമാണെന്നൊക്കെ കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.